ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും രത്നരാജ് ബ്ലോഗിലേക്ക് സ്വാഗതം. അപ്പം ഞാനിന്ന് ഇത്തിരി കപ്പ് എടുത്തിട്ട് വേവിക്കാനാണ് വിചാരിച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ എന്നിട്ട് അത് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറയാം. തുറക്കട്ടെ. ആ കൈ കൊണ്ടുവരികയോ വേണ്ട. അപ്പം ഞാനിതായത് തുറക്കാൻ പോവാം കേട്ടോ. കപ്പ വെന്തോ നോക്കാം നമുക്ക്. സ്റ്റീമൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. കപ്പ വെന്തോ നോക്കാം. സ്റ്റീം പോയിട്ട് തുറക്കാൻ പാടും കേട്ടോ. അത് വെന്തിട്ടുണ്ട്. വെള്ളം അധികം ഇല്ല, വെള്ളം ഇത്തിരി കുറവാണ്. എന്നാലും നമുക്ക് ഉള്ള വെള്ളം ഞാൻ കളഞ്ഞിട്ട് വരാം. അവിടെ മതി. അപ്പോൾ വെള്ളം ഊറ്റിക്കളഞ്ഞു കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഇടാനുള്ളത് കറിവേപ്പിലയും ഞാൻ കാന്താരിമുളകും 2 ചുമന്ന കാന്താരിമുളക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇത്തിരി ഉള്ളിയും കൂടിയിട്ട് ചതച്ചതുണ്ട് കേട്ടോ. കറിവേപ്പിലയും ഉണ്ട്, അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് തേങ്ങയുണ്ട്, തേങ്ങ ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കാം. ഉപ്പ് നോക്കാന്നിട്ട് നമുക്ക് കേട്ടോ. ഉപ്പുണ്ടാവുന്ന നോക്കാമെന്ന് വേണമെങ്കിലൊന്ന് ഉടച്ചു കൊടുക്കാം. അത് വെന്തിട്ടുണ്ട്, നന്നായി വെന്തിട്ടുണ്ട്. പക്ഷേ കർക്കിടകത്തിലെ കപ്പയല്ലേ, അപ്പം അത്ര ടേസ്റ്റ് ഉണ്ടാവും തോന്നുന്നില്ല. 100 കപ്പയാണ് തോന്നുന്നില്ല എനിക്ക്. ഓൺലൈനിൽ വാങ്ങിച്ചതാട്ടോ. ഇവിടെ ഉണ്ടായതൊന്നുമല്ല, ഓൺലൈനിൽ വാങ്ങിച്ചത്. ഞാൻ കപ്പ ഇട്ടിട്ടുണ്ട് കുറച്ച്, പക്ഷെ അതൊന്നും ആയിട്ടില്ല. വെന്തിട്ടുണ്ട് കേട്ടോ. ഇത്തിരി വെളിച്ചെണ്ണയും കൂടി ഒഴിക്കാം നമുക്ക്. അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. കാന്താരിമുളക് ആയിരുന്നു ഏറ്റവും ടേസ്റ്റുള്ള കാര്യമാണ് കാന്താരിമുളക്. അല്ലെങ്കിൽ പിന്നെ ബീഫും ചിക്കനൊക്കെ വേണമല്ലോ. അപ്പം അതൊന്നുമില്ല. പിന്നെ ഞാനിന്നിപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയിട്ട് എനിക്ക് സ്ഥലം വരെ പോകാണ്ട്. അതായത് എൻ്റെ അമ്മായി മരിച്ചിട്ട് ഇന്ന് ഗുരുവായൂരാണ്. അപ്പോൾ ഞങ്ങൾക്കിപ്പോൾ തന്നെ പോകണം. മഴയില്ലാതിരുന്നാൽ മതിയായിരുന്നു. അപ്പോൾ 2 മണിക്കാണ് ശവസംസ്കാരം. അപ്പോൾ അപ്പോഴേക്കും ഞങ്ങൾക്ക് അവിടേക്ക് എത്തണം. അതുകൊണ്ട് ഞാൻ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കണ്ട. എന്നാലും ദോശമാവുണ്ട് ഇത്തിരി, അതാണ് ഇപ്പോൾ രാവിലെ ഉണ്ടാക്കാൻ പോണത് കേട്ടോ, കഴിക്കാൻ പോണത്. അപ്പോൾ ഞാനൊന്ന് ടേസ്റ്റ് നോക്കാം കേട്ടോ. അടിപൊളി. വെളിച്ചെണ്ണയുടെയും ഉള്ളിയുടെയും കാന്താരിമുളകിൻ്റെയൊക്കെ എരിവ് അടിപൊളി ടേസ്റ്റ് കേട്ടോ. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. അപ്പം ഇതാ കപ്പ റെഡി. ഇങ്ങനെ അടിപൊളി ടേസ്റ്റ് കേട്ടോ. കണ്ടില്ലേ?